പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 44 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ജനക്കൂട്ടം മുഴുവൻ യേശുവിന്റെ പ്രവർത്തനങ്ങളിൽ വിസ്മയഭരിതരായിരിക്കുമ്പോൾ അവിടുന്ന് തന്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിക്കട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു. അതേപ്പറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു. വചനഭാഗത്തിലൂടെ യേശു വീണ്ടും തന്റെ സഹനത്തെക്കുറിച്ച് ലോകത്തോട് പറയുകയാണ്, നമ്മോടും പറയുകയാണ്. യേശുവിന്റെ ഈ ലോക വരവിനെ കുറിച്ച് തന്നെ, സഹിക്കുന്നതിന് വേണ്ടിയാണ്, മരിക്കുന്നതിന് വേണ്ടി തന്നെയാണ്, നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ്. സഹനങ്ങളിൽ നമ്മൾ പതറാതെ തളരാതെ നമ്മുടെ സഹനങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി കൂടി സമർപ്പിക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിനും അർത്ഥമുണ്ടാകും. അതിനായിട്ടുള്ള കൃപാപരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.